Yes, welcome back to Race Education. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് പഠിക്കാം അല്ലേ? Yes. Who discovered proton? Proton discover ചെയ്തത് ഗോൾഡ്സ്റ്റീൻ ആണ്. Yes. അറ്റോമിക് നമ്പർ 1, 2, 3 ഉള്ള എലമെന്റിന്റെ IUPAC നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. 1ന് അണ്ണെന്ന് കൊടുക്കാം, 2ന് ബൈ ആണ്, 3ക്ക് ട്രൈ ആണ്, എൻഡിൽ ഒരു IUM ചേർക്കണം. ഓൾറെഡി I ഉള്ളതുകൊണ്ട് UM. Next question. Yes. The structure of sp3 hybridization. sp3 hybridization ആണെങ്കിൽ ടെട്രാഹൈഡ്രൽ ആണ് സ്ട്രക്ചർ. ഓക്കേ. ഒരു തെർമോ ഫ്ലാസ്കിൽ ഹോട്ട് കോഫി കെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഏത് ടൈപ്പ് സിസ്റ്റം ആണ്? ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. Yes. The oxidation state of oxygen in hydrogen peroxide. Hydrogen peroxide ൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. Yes. അടുത്ത ചോദ്യം, ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ ഫോർമുല തന്നിട്ടുണ്ട്. അതിന്റെ എംപിരിക്കൽ ഫോർമുലയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എല്ലാത്തിനെയും 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ you will get CH2O. The number of neutrons in bromine 3580. 80 minus 35 ചെയ്തു നോക്കിയാൽ 45 കിട്ടും. റെഡി അല്ലേ? യെസ്. ഗ്രൂപ്പ് 16 എലമെന്റ്സിനെ വിളിക്കുന്ന പേര് ചാൽക്കോജൻസ് എന്നാണ്. ഗ്രൂപ്പ് 17 ആയിരുന്നെങ്കിൽ ഹാലോജൻസ്. The hybridization of carbon atom in ethane. ഈഥേനിൽ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണെന്ന് ഓർമ്മിക്കുക. കാർബൺ സിംഗിൾ ബോണ്ട്. യെസ്. താഴെ തന്നിരിക്കുന്നതിൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലാത്തത് ഏത്? വർക്ക് ആണ്. വർക്ക് ഈസ് എ പാത്ത് ഫംഗ്ഷൻ. ബാക്കിയൊക്കെ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. യെസ്. an acid solution. ഒരു ആസിഡിന്റെ pH എത്രയായിരിക്കും? <7 ആയിരിക്കും അറിയാലോ, പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിക്ക് ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഹീറ്റ് കപ്പാസിറ്റി ആണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ബാക്കിയൊക്കെ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. The number of radial nodes of 3p orbital. 3p orbital എത്ര റേഡിയൽ നോഡ്സ് ഉണ്ട്? n-l-1 ചെയ്ത് നോക്കാം. 3 -1 -1 ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടും? പറ. 1 ആണ്. Yes. Which among the following cannot act both as Bronsted acid and base? Bronsted acid ആയും ബേസ് ആയും ആക്ട് ചെയ്യാൻ പറ്റാത്ത മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡ് ആണ്. നെക്സ്റ്റ് ഈസ് Yes. The type of hydrogen bond present in orthonitrophenol. ഓർത്തോനൈട്രോഫിനോളിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻട്രാ ഹൈഡ്രജൻ ബോണ്ട് ആണെന്ന് ഓർമ്മിക്കുക. നെക്സ്റ്റ് ഈസ് Yes. Write the stock notation of CuO. CuO യിൽ കോപ്പർ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. സോ Cu എഴുതുക, 2 ബ്രാക്കറ്റിൽ ഇടുക, O എഴുതുക. Yes. Next is write any one molecule which octet rule is violated. octet rule violate ചെയ്യുന്ന മോളിക്യൂൾ. octet rule violate ചെയ്യുന്ന മോളിക്യൂൾ ഏതാ നോക്കിയാലേ? യെസ്. ഏതാ? PCl5 SF6 LiCl DH2PS. Yes. അടുത്തത്, ഈ തന്നിരിക്കുന്നത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ്? Fe+2HCl gives FeCl2 + H2 ആണ്. അവിടെ ഡിസ്പ്ലേസ്മെന്റ് നടക്കുകയാണ്. HCl ലെ H നെ ഡിസ്പ്ലേസ് ചെയ്യാണ്. അവിടെ അയൺ വരികയാണ്. യെസ്. അടുത്ത ചോദ്യം, which of the following group of an element are having the highest ionization enthalpy? highest ionization enthalpy ഉള്ള ഗ്രൂപ്പ് ഏതാണെന്ന് വെച്ചാൽ ഗ്രൂപ്പ് 18 ആണ്. അവര് സ്റ്റേബിൾ ആണ്. യെസ്. ബോറോൺ, ഹൈബ്രിഡൈസേഷൻ ഓഫ് ബോറോൺ ഇൻ BF3. BF3 ലെ ബോറോണിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ഹൈബ്രിഡൈസേഷൻ. Next is among water, ammonia and carbon dioxide and methane, which molecule has least bond angle? ആർക്കാണ് ബോണ്ട് ആംഗിൾ കുറവ് എന്ന് വെച്ചാൽ വാട്ടറിനാണ്. കാരണം ഓക്സിജന് മുകളിൽ 2 ലോൺ പെയർ ഉള്ളത് വാട്ടറിനാണെന്ന് ഓർമ്മിക്കുക. ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉള്ളത് ആർക്കാണെന്നാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡിയിൽ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് ഉള്ളത്. അടുത്ത ചോദ്യം, the proton and electrons happen to possess the same de Broglie wavelength. Which among the following have the highest velocity? പ്രോട്ടോണിനും de Broglie wavelength നോക്കുക. പക്ഷേ വെലോസിറ്റി ആർക്കായി കൂടുതൽ? മാസ് കുറവായിരിക്കാണോ അയാൾക്ക് കൂടുതലായിരിക്കും, വെലോസിറ്റി കൂടുതലായിരിക്കും. നെക്സ്റ്റ് ഈസ് അടുത്തത്, തന്നിരിക്കുന്നതിൽ ഏതാണ് വൂഡ്സ് റിയാക്ഷൻ വഴി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? which of the following cannot be prepared by Woods reaction? It is methane. ഒരു കാർബൺ ഉള്ളത് അല്ലേ? നെക്സ്റ്റ് അടുത്തത് ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ട് ഇത് എന്ത് ടൈപ്പ് റിയാക്ഷൻ? എത്തനോളിനെ എത്തീനാക്കി മാറ്റുക. ഇറ്റ്സ് an elimination reaction. എലിമിനേഷൻ റിയാക്ഷൻ ആണ്. എത്തനോൾ ഡീഹൈഡ്രേഷൻ ആണ്. വാട്ടർ എലിമിനേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് a dehydration. Next is റിമൂവൽ ഓഫ് വാട്ടർ ആണ് ഡീഹൈഡ്രേഷൻ. filling the blanks after finding the correct relationship. ഒന്ന് ഈതർ ആണെങ്കിൽ മറ്റേതാണെന്നില്ല, ഏതായിരിക്കും? ആൽക്കഹോൾ ആണ്. OH ഗ്രൂപ്പ് വന്നാൽ ആൽക്കഹോൾ ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ബേയസ് റിയേജന്റ് എന്താണ്? ഡൈല്യൂട്ട് ആൽക്കലൈൻ KMnO4 ആണ്. ടെസ്റ്റ് ഫോർ അൺസാച്ചുറേഷൻ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലൈൻ KMnO4 വിളിക്കാം ബേയസ് റിയേജന്റ്. The electrophile attacking benzene during nitration സമയത്ത് ബെൻസീനെ അറ്റാക്ക് ചെയ്യുന്ന ഇലക്ട്രോഫൈൽ ഏത്? NO2+ ആണ്. Yes, positively charged. Lysine solution on treating with sodium nitroproside solution gives a violet color indication the presence of dark. ആരാണ് വയലറ്റ് കളർ? അതായത് നമുക്കൊരു ലസൈൻ എക്സ്ട്രാക്ട് എടുത്തിട്ട് അതിലേക്ക് എന്തെടുക്കുക? സോഡിയം നൈട്രോപ്രൂസൈഡ് എടുത്താൽ വയലറ്റ് കളർ ഫോം ചെയ്യും. ആരുടെ ടെസ്റ്റ്? സൾഫർ ടെസ്റ്റ് ആണ്. നെക്സ്റ്റ് Geldas method, nitrogen present in is estimated as ammonia. Ammonia ആയിട്ട് നെയിം എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. റെഡിയാണ്? യെസ്. അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങൾക്ക് ഏതൊക്കെ കോണ്ടന്റ് വേണം അതൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. വളരെ നന്നായിട്ട് എക്സാം എഴുതുക. നന്നായിട്ട് എക്സാം ചെയ്താൽ ഫുൾ മാർക്ക് നേടുക എന്നല്ല. യെസ്. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.